കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർക്ക് പുനർനിയമനം നൽകാൻ തീരുമാനം. 2 BJP അംഗങ്ങൾ മാത്രമാണ് എതിർത്തത്. ഷീജ ചേർന്നു. ഷീജ, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് ചേർന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? അജിൻഷാദ്, നിലവിലേതായാലും സിൻഡിക്കേറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ആദ്യ അജണ്ടയായി, കാരണം കോടതി തന്നെ നിർദ്ദേശിച്ചത് 22-ാം തീയതി പ്രധാന അജണ്ട രജിസ്ട്രാർ നിയമനം എടുത്തുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ച സിൻഡിക്കേറ്റ് യോഗമായതുകൊണ്ട് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരനാണ് ഈ പുനർനിയമന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതേ തുടർന്ന് VC ഇത് അംഗീകരിക്കുകയായിരുന്നു. ആകെ 22 പേരാണ് സിൻഡിക്കേറ്റിലുള്ളത്. ഇതിൽ 20 അംഗങ്ങളും രജിസ്ട്രാറായിട്ട് പ്രൊഫസർ അനിൽകുമാറിന്റെ നിയമനത്തിന് വേണ്ടി പിന്തുണയ്ക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ അംഗവും ഇതിൽ പിന്തുണ അർപ്പിച്ചു എന്നുള്ള കാര്യമാണ്. ഏതായാലും ഇതേ തുടർന്ന് രജിസ്ട്രാറായി പ്രൊഫസർ KS അനിൽകുമാറിന്റെ പുനർനിയമനം നൽകാൻ സിൻഡിക്കേറ്റ് ഭൂരിപക്ഷം തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സിൻഡിക്കേറ്റ് യോഗം ചേരാതെ നീണ്ടുപോകുന്നത് കാരണം ഇപ്പോൾ രജിസ്ട്രാറുടെ കാലാവധി അടക്കം അവസാനിക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത് വലിയൊരു അനിശ്ചിതത്വത്തിലേക്ക് കേരള സർവകലാശാലയെ എത്തിക്കും എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗം മുരളീധരൻ കോടതിയെ സമീപിച്ചത്. കാരണം വൈസ് ചാൻസലറെ നിരവധി തവണ അവർ കത്ത് നൽകിയിട്ട് പോലും സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടതും 22-ാം തീയതി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്ത് രജിസ്ട്രാർ നിയമനത്തിൽ തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ഇപ്പോൾ ഏതായാലും ആദ്യ അജണ്ട ഈ വിഷയമെടുത്ത് അതിൽ പുനർനിയമനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും മറ്റ് അജണ്ടകളിലേക്ക് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം കടന്നിരിക്കുകയാണ്. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രസക്തമായത് 2 BJP അംഗങ്ങൾ മാത്രമാണ് എതിർത്തത്. അതായത് രജിസ്ട്രാറിൻ്റെ പ്രവർത്തനമില്ലാതെ സർവകലാശാലയിലെ പ്രതിസന്ധിയിലേക്ക് സൃഷ്ടിക്കുന്ന സംഘപരിവാർ നീക്കം, മോഹൻ കുന്നുമ്മൽ മീൻസ് VC അടക്കമുള്ളവരുടെ അത്തരത്തിൽ താല്പര്യങ്ങൾ, മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇടപെടലുകൾ, ഇതൊക്കെ സുവ്യക്തമാക്കുന്നതാണ്. 2 BJP കാർ മാത്രമാണ് അതിനെ എതിർത്തത്, അല്ലേ? തീർച്ചയായും അജിൻഷാദ്, ഇതിൽ കൃത്യമായ രീതിയിൽ ഇതിൽ ഏതായാലും സിൻഡിക്കേറ്റ് ഈ ചേരണം എന്നുള്ളത് ഏറെ നാളായി സിൻഡിക്കേറ്റ് യോഗം ചേരാത്തത് കാരണം സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ആകെ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ VC മോഹനൻ കുന്നുമ്മേലും അതോടൊപ്പം തന്നെ മുൻ ചാൻസലറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെയും ഇടപെടൽ വലിയ രീതിയിൽ തന്നെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരുന്നു. തുടർന്നാണ് ഏതായാലും ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം, ഇതിൽ അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾ പരിഗണിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് കത്ത് നൽകുന്നത്. പക്ഷെ അതിനും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ VC മോഹനൻ കുന്നുമ്മൽ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു വിഷയം കോടതിയിലേക്ക് എത്തുന്നത്. ഏതായാലും കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരിക്കുന്നു. അതിൽ ആദ്യ അജണ്ടയായി ഈ വിഷയം, അതായത് രജിസ്ട്രാറുടെ നിയമന വിഷയം വന്നിരിക്കുന്നു. രജിസ്ട്രാർക്ക് നിലവിലെ രജിസ്ട്രാറായിട്ടുള്ള അനിൽകുമാറിന് പുനർനിയമനം നൽകാനും തീരുമാനിച്ചിരിക്കുന്നു. തീർച്ചയായും സംഘപരിവാറിന് വലിയ തിരിച്ചടി നൽകുന്ന തീരുമാനം തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. 2 BJP അംഗങ്ങളുടെ എതിർപ്പ് മാത്രമാണ് ഈ വിഷയത്തിലുണ്ടായത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർക്ക് പുനർനിയമനം നൽകാനുള്ള തീരുമാനമായി. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.